പാടാൻ കൊതിച്ച് സവിശേഷ വേദിയിലെത്തിയ വയോധികയുടെ ആഗ്രഹം സഫലമാക്കി മന്ത്രി. മടങ്ങിയത് പാട്ടും പാടി മന്ത്രി ബിന്ദുവിൽ നിന്നും ആദരവും സ്വീകരിച്ച്. ഭിന്നശേഷിക്കാർക്കായി സാമൂഹ്യനീതി വകുപ്പ് സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന ആദ്യത്തെ സർഗോത്സവമായ സവിശേഷ കലാമേളയുടെ വേദിയാണ് സംഭവത്തിന് സാക്ഷ്യം വഹിച്ചത്. കുടിവെള്ളം മറ്റ് ആവശ്യങ്ങളുണ്ടെങ്കിൽ കൃത്യമായി അവരോട് ചോദിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അത് ഉച്ചയങ്ങ് എരിയണ്ട 3 മിനിറ്റല്ലേ അല്ല ഫോം പൂരിപ്പിക്കണ്ടേ? ഫോമൊന്നും വേണ്ട. പിന്നെ അമ്മമ്മയ്ക്ക് ഫസ്റ്റ് കിട്ടണമെങ്കിൽ സമ്മാനം മുറിந்து വാങ്ങിച്ചു കളയും. വാങ്ങിക്കും, പിന്നെ ഈ മോള് വാങ്ങിക്കാൻ റെഡിയായി. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വെച്ചായിരുന്നു മന്ത്രി ഭിന്നശേഷിക്കാരിയായി തിരുവനന്തപുരം വെമ്പായം സ്വദേശി സൂര്യലക്ഷ്മി എന്ന വിജയമ്മയുടെ ആഗ്രഹം സബലീകരിച്ചത്. 12 വയസ്സുവരെ പാട്ട് പഠിച്ചിരുന്ന വിജയമ്മയ്ക്ക് 4 വർഷം മുമ്പ് നാഡീസംബന്ധമായ രോഗം മൂലം കാഴ്ച നഷ്ടപ്പെട്ടു. മുഴുവൻ സമയവും വീൽചെയറിലാണ് ഈ അമ്മ. മേള നടക്കുന്നുണ്ടെന്നറിഞ്ഞ് ടാഗോർ തിയേറ്ററിലെത്തിയ വിജയമ്മ ആദ്യം തിരക്കിയത് മന്ത്രി ബിന്ദുവിനെയായിരുന്നു. മന്ത്രി ആർ ബിന്ദുവിനോടാണ് അമ്മ സംസാരിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞപ്പോൾ ആശ്ചര്യപ്പെട്ട വിജയമ്മ തുടർന്ന് മന്ത്രിക്ക് മുന്നിൽ തന്റെ ആവശ്യം ഉന്നയിച്ചു. എനിക്ക് വേദിയിൽ പാട്ട് പാടാൻ ഫോറം പൂരിപ്പിച്ചു തരണം. ഫോറം പൂരിപ്പിച്ചു തരാതെ തന്നെ പാട്ടുപാടാമെന്ന് പറഞ്ഞ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സ്റ്റേജിൽ കയറിയ വിജയമ്മ നല്ലൊരു ഭക്തിഗാനവും പാടി. മന്ത്രിയിൽ നിന്ന് പൊന്നാടയും സ്നേഹസമ്മാനവും സ്വീകരിച്ചാണ് മടങ്ങിയത്. ഒരു പിടി അവിലിൻ്റെ കഥയുമായി ഞാനിന്ന് ഗുരുവായൂരമ്പല നടയിലെത്തി.